ഹായ് മക്കളെ, എസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അതാ അടുപ്പത്ത് വെള്ളം വെച്ചിടാ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് തെക്കണതാ നേരിയ പത്തിരി ഉണ്ടാക്കാനാണ്. പൊടി വാട്ടാനിടുകയാണ്. നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മളൊരു പുതിയ പത്തിരി പരത്തുന്നത് വാങ്ങിക്കുന്നു. അത് കാണിക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ മനസ്സിലാവും നിങ്ങൾക്ക്. നല്ല അടിപൊളി സാധനമാണ്. ഇതിന് കൂടെ വെള്ളം ഇട്ടിച്ചു. അപ്പം നല്ലോണം കിളരി നല്ലോണമായിട്ട് നമ്മളെ വാട്ടന്മേൽ നല്ലോണം നന്നാവണം. എന്നെങ്കിലാണ് പത്തിരി പരത്തുമ്പോഴും ചുട്ടാലും പൊള്ളിയും വരും. കടി പോലെ ഉണ്ടാവില്ല. നല്ല വാട്ടൽ കിട്ടണം, കുഴയും വാട്ടലും. എന്നാൽ ഇതൊന്ന് വാട്ടിയൊക്കെ കഴിഞ്ഞു ഉണ്ടാ. ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതാണ് കേട്ടോ മക്കളെ ആ പത്തിരി പരത്തുന്നത് വാങ്ങിയത്. ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്, അതിൽ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് അറിയാം. നല്ല അടിപൊളി സാധനമാണ്. 2400 റുപ്യ കേട്ടോ. 400 ഇട്ടാൽ 2399. അപ്പോൾ 400 റുപ്യൻ്റെ അടുത്ത് തന്നെ 2400. പക്ഷേ അടിപൊളി സാധനമാണ് കേട്ടോ. ഇത്തിരി ഉണ്ടാക്കുന്നവരുണ്ട് ഇനി ഇവിടെ. അത് ഭയങ്കര അമർത്തണം. എൻ്റെ കൈയൊക്കെ വേദന ആവും അതിനെക്കൊണ്ട്. ഞാൻ പൈലുണ്ടാക്കലേ ഇല്ല, പരത്തലാണ്. പരത്തിയിട്ടും കൈപ്പല വേദന. അത് കിട്ടിയപ്പോൾ ഉഷാറായി. സാധാ നമ്മൾ പരത്തുന്ന നേർമപ്പത്തിരിക്ക് വാട്ടി കുഴക്കുന്ന മാതിരി തന്നെ കേട്ടോ കുഴക്കേണ്ടത്. പിന്നെ അത് പൊടി നല്ലോണം ഒന്ന് വേകണം, അല്ലാണ്ട് ഒരു ഉറപ്പ് മാതിരിയാണല്ലോ ചുടണത്. നല്ല അതിൽ കുഴഞ്ഞുകൊണ്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വാട്ടുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു തുള്ളി വെള്ളം ജാസ്തി ആക്കിയാൽ മതി. ഗോതമ്പപ്പത്തിരിക്കായാലും അരിപ്പൊടിക്കായാലും കണ്ടമാനം മുറുകി അമർത്തി പരത്തരുത്, കുഴക്കരുത് എന്നുള്ളൂ. അങ്ങനെ ആക്കിയാൽ അടിപൊളിയായിട്ട് പരത്തി കിട്ടും. കണ്ടുപിടുത്തം ഞാൻ കൈ കൊണ്ട് പോയിക്കണോ? ആയിട്ടില്ല, ചൂടായിട്ട് വെച്ചാൽ പോരെ. കുറച്ചുണ്ട്. അതൊന്നും കൂടെ ഒന്ന് കഴിക്കോളൂ. ആ ചൂടിലാണ്. എന്നിട്ടാ നമ്മൾ അതിൻ്റെ മുകളിലാണ് ഇതാ പരത്താൻ പോണത്. പരത്തിക്കാം. അധികം ഇതൊന്നും വേണ്ട, അധികം ഉപ്പൊന്നും വേണ്ട, വെയിറ്റൊന്നും കൊടുക്കണ്ട. പോലെ ഒരിത്തിരി എണ്ണാക്കി പറ്റിയാൽ ഇതാ പെട്ടെന്ന് പറ്റി കിട്ടുന്നുണ്ട് കേട്ടോ. നൈസായ പത്തിരിയാണ്. ഇവിടെ ഒരു ഇതുമില്ല, കട്ടി കറക്റ്റ് അളവാ. ഒക്കെ പെട്ടെന്ന് പണി കഴിഞ്ഞ് കട്ടിക്കിട്ടിട്ട് 10 മിനിറ്റ് ഒന്നും എടുത്തിട്ടില്ല. 10 മിനിറ്റ് നിർത്തിയില്ലല്ലോ. പെട്ടെന്ന് ഇതാ പറ്റിയിട്ടോളൂ. 5 മിനിറ്റ് കൊണ്ട് പണി കഴിഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് പണി കഴിഞ്ഞ്. ഒറ്റ അമർത്തണുള്ളൂ അല്ലേ? ഒറ്റ അമർത്തൽ. അതും വെയിറ്റ് ഇടൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല പത്തിരിയായി പണി കഴിഞ്ഞു. നോമ്പിനേക്കൊക്കെ അടിപൊളിയാക്കണം. അങ്ങനത്തെ ഒന്ന് എല്ലാവരും ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങിക്കോളി. ഇതുപോലെ ലേസം നമ്മൾ ചപ്പാത്തിപ്പൊടി വേണ്ട, നമുക്ക് ഇഷ്ടംപോലെ പത്തിരി ഉണ്ട്. നല്ല ഈ ഇതിൻ്റെ ഒന്നും അറിയാനേ നോക്കാമല്ലോ. ചപ്പാത്തി പരന്ന് വരുന്നുണ്ടോ നോക്കാനാണ്. 2 ചപ്പാത്തി ഉരുള കുഴക്കുന്നുണ്ട്. എൻ്റെ മുഖം ഇല്ലല്ലോ. എന്നിട്ടാ ഈ ഒരു ചപ്പാത്തിപ്പൊടിയൊക്കെ കുഴച്ച് നമ്മൾ ചപ്പാത്തിയും കൂടെ ഒന്ന് നോക്കട്ടെ, പരത്തിയാൽ എങ്ങനെ ഉണ്ട് എന്ന് അറിയാലോ. ഒന്നും കൂടെ ആക്കിക്കൂടി, എനിക്കിലൂടെ പരന്നോട്ടേയും പ്രസ് ചെയ്യണം ഒന്നുകൂടി. വട്ടം വേണ്ടവർക്ക് നല്ല ഉപ്പെടുത്ത് 1 2 3 പ്രായി. അടിപൊളി മക്കളെ, അടിപൊളി ചപ്പാത്തി ആയിക്കോളും മക്കളെ. ചെറുത് സ്കിന്ന് പോലെ ഉണ്ട് കേട്ടാ, തൊലി പോലെ ഉണ്ട്. അടിപൊളി. ഓക്കെ, സന്തോഷമായിരിക്കും. വലിയ ചപ്പാത്തിയായി. പൂരിക്കാണെങ്കിൽ കുറച്ച് പൊടി എടുക്കുക. അതാ ചെറുങ്ങനെ കേട്ടാ, കറക്റ്റ് പൂരിപ്പത്തിരി കിട്ടും. അതാ പൂരിക്ക് വേണമെങ്കിൽ അങ്ങനെ പരത്താം, ചപ്പാത്തിക്കാണെങ്കിൽ അങ്ങനെ പരത്താം. അടിപൊളി. ഇത് നന്നായിട്ട് ഇട്ടില്ല, ഒന്നിലായി പോയി പിടിച്ചതല്ലേ ഇടുമ്പോൾ. അങ്ങനെ തൊട്ടാ ഇവിടെ വലിയ ചട്ടി ഉണ്ടായിരുന്നു. നോമ്പിനൊക്കെയാണ് നമ്മൾ ഇതിനെ പുറത്തെടുക്കൽ. പിന്നെ ദോശ ചുടാൻ എടുക്കും കേട്ടോ.
റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ സാധന മക്കളെ വേണ്ടുന്നവർക്ക് വാങ്ങാം. അടിപൊളി സാധനമാണ്. ഇത് വാങ്ങിയാൽ പരത്തലൊക്കെ പെട്ടെന്ന് കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.